ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി അന്നാസ് കോർണറിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ചെറിയൊരു സ്വീറ്റ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷുമായിട്ടാണ്. അപ്പം, ഇടിയപ്പം, പുട്ട്, പത്തിരി ഇതിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ ഇത് കുട്ടികൾക്കും എരിയൊക്കെ യൂസ് ചെയ്യാൻ പറ്റാത്തവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണിത്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കുന്ന മുമ്പേ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്നമർത്തുക. കൂടിയ ബെല്ലൈക്കൻ ഓൾ എന്നുകൂടെ എനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വേണ്ടുന്ന സാധനങ്ങൾ: പഴുത്ത 3 ഏത്തയ്ക്ക ചെറുതായിട്ട് നുറുക്കി വെച്ചത്, ഈ ഒരു പരുവത്തിലാണ് നുറുക്കിയെടുത്തിരിക്കുന്നത്. മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയും കുറച്ചും കൊടുക്കാം. തേങ്ങാപ്പാല്, തേങ്ങയുടെ 2-ാം പാല് 1 ഗ്ലാസ്, 1-ാം പാല് 1 ഗ്ലാസ്. 1 മുറി തേങ്ങയുടെ പാലെടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഏലക്ക 3-4 എണ്ണം, കുറച്ച് നെയ്യ്, 1 പിഞ്ച് ഉപ്പ്, 3 ടേബിൾ സ്പൂൺ അരിപ്പൊടി. അപ്പോൾ നമുക്ക് ഇത് തയ്യാറാക്കാം. ചൂടായി വരുന്ന പാനിലേക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴുത്ത ഏത്തയ്ക്ക ചേർത്ത് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം അതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഈ പഞ്ചസാരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായി വരും. ഒന്ന് അലിഞ്ഞ് ഈ ഏത്തയ്ക്ക കഷ്ണങ്ങളുമായിട്ടൊന്ന് യോജിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ കൂടെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ, തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കുക. 2-ാം പാല് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ 1/2 കപ്പ് പരിപ്പ് വേവിച്ചത് ഇതിനോട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ 1 പിഞ്ച് ഉപ്പ് ഈ മധുരം അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നു. അപ്പോൾ ഈ ഏത്തയ്ക്ക ഒന്ന് വേവുന്ന ആ ഒരു പരുവം വരെ, അത്രേ ഉള്ളൂ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത്. പഴുത്ത ഏത്തയ്ക്കയാണ്ട് പെട്ടെന്ന് വേവുമല്ലോ. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിപ്പൊടിയിലേക്ക് തേങ്ങയുടെ 1-ാം പാലിൻ്റെ കുറച്ച് ഭാഗം ചേർത്ത് അത് നന്നായിട്ടൊന്ന് കുറുക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തിട്ട് ഒരു 2 മിനിറ്റ് അരിപ്പൊടി ഒന്ന് കുക്കാവുന്ന അത്ര സമയം 2 മിനിറ്റ് ഒന്ന് നമുക്ക് തീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടിട്ട് ചെറുതായിട്ടാക്കിയിട്ടിട്ട് ഒന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ള തേങ്ങയുടെ 1-ാം പാല് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്യുക. കുറച്ച് നെയ്യ് അതിലേക്ക് തൂവിക്കൊടുക്കുക. ഇത്ര മാത്രമേ ഉള്ളൂ. കുഞ്ഞുങ്ങൾക്ക് വരെ തയ്യാറാക്കാൻ വളരെ ഈസി ആയിട്ടുള്ള, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സൈഡ് ഡിഷാണിത്. അപ്പോൾ നമുക്കിത് പുട്ട്, ഇടിയപ്പം, അപ്പം, പത്തിരി ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എരിയൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതുണ്ടാക്കി കഴിക്കാം. കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് അന്നാസ് കോർണർ. ടേക്ക് കെയർ. ബൈ ബൈ.